2026 ലോകം ഒരു അസാധാരണ കാലാവസ്ഥാ പ്രതിസന്ധിയിലേക്ക് എത്തുമെന്ന കാലാവസ്ഥാ ഏജൻസികളുടെ സൂചനകൾ പുതിയ ആശങ്കകൾക്ക് ഇടയാക്കുകയാണ്. സംസ്ഥാനം ഇപ്പോൾ കടുത്ത ചൂടിലൂടെയാണ് കടന്നുപോകുന്നത്. പല ജില്ലകളിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഓരോ വർഷം കൂടുന്തോറും മഴ കുറഞ്ഞ് ചൂട് കൂടുകയാണ്. മരണം വരെ സംഭവിക്കുന്ന സ്ഥിതിവിശേഷമാണിത്. ഉയർന്ന താപനില വരും ദിവസങ്ങളിലും ഉണ്ടാവുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പസഫിക് സമുദ്രത്തിൽ രൂപപ്പെടുന്ന അതിശക്തമായ സൂപ്പർ എൽനിനോ പ്രതിഭാസം ഇന്ത്യയുടെ കാലവർഷത്തെ അടക്കം സാരമായി ബാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. രാജ്യാന്തര കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസികളും ഇന്ത്യയിലെ പ്രമുഖ സ്വകാര്യ കാലാവസ്ഥാ ഏജൻസിയായ സ്കൈമെറ്റ് അടക്കമുള്ളവർ അസാധാരണ കാലാവസ്ഥാ പ്രതിസന്ധിയുടെ സൂചനകളാണ് നൽകുന്നത്. സാധാരണ എൽനിനോ പ്രതിഭാസത്തെക്കാൾ ആഘാതം കൂടിയ രൂപമാണിത്. പസഫിക് സമുദ്രത്തിന്റെ ഉപരിതല താപനില സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ വർദ്ധിക്കുമ്പോഴാണ് ഇതിനെ സൂപ്പർ എൽനിനോ എന്ന് വിളിക്കുന്നത്. ഒരു ദശകത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഈ പ്രതിഭാസം ആഗോളതലത്തിൽ അന്തരീക്ഷ ചംക്രമണത്തെ അടിമുടി മാറ്റുകയും പ്രവചനാതീതമായ പ്രകൃതിക്ഷോഭങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. 2015-2016 കാലഘട്ടത്തിലുണ്ടായ റെക്കോർഡ് ഭേദിച്ച എൽനിനോയേക്കാൾ കരുത്തനായിരിക്കും 2026 എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ എൽനിനോ നേരിട്ട് ബാധിക്കും. സ്കൈമെറ്റ് വെതറിന്റെ റിപ്പോർട്ട് പ്രകാരം 2026 ഇന്ത്യയിൽ സാധാരണ ലഭിക്കേണ്ട മഴയുടെ 94% മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ. അതായത് ബിലോ നോർമൽ മൺസൂൺ ആയിരിക്കും ലഭിക്കുക. മൺസൂണിന്റെ ആദ്യ പകുതി അപേക്ഷിച്ച് എൽനിനോ ശക്തി പ്രാപിക്കുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും മഴയിൽ വലിയ കുറവ് അനുഭവപ്പെടുക. ഇത് കൃഷിയെ സാരമായി ബാധിക്കും. ഇന്ത്യയിലെ കൃഷിഭൂമിയുടെ വലിയൊരു ഭാഗം ഇപ്പോഴും മഴയെ ആശ്രയിച്ചാണ് കഴിയുന്നത്. നെല്ല്, പരുത്തി, കരിമ്പ് തുടങ്ങിയ ഖാരിഫ് വിളകളെ മഴക്കുറവ് ഗുരുതരമായി ബാധിക്കും. ഇത് ഭക്ഷ്യോൽപാദനം കുറയാനും പണപ്പെരുപ്പം വർദ്ധിക്കാനും കാരണമായേക്കും. ഈ കാലാവസ്ഥാ മാറ്റം ഇന്ത്യയെ മാത്രമല്ല ബാധിക്കുക. കാനഡ, വടക്കേ അമേരിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിൽ അസഹനീയമായ ചൂടും ഈർപ്പവും അനുഭവപ്പെടും. ഓസ്ട്രേലിയയിലും ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലും കടുത്ത വരൾച്ചയുണ്ടാകുമ്പോൾ പെറു, കിഴക്കൻ ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ അപ്രതീക്ഷിത പ്രളയത്തിന് സാധ്യതയുണ്ടെന്നും വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു. സാധാരണ എൽനിനോ പ്രതിഭാസത്തെക്കാൾ ആഘാതം കൂടിയ രൂപമാണിത്. പസഫിക് സമുദ്രത്തിന്റെ ഉപരിതല താപനില സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ വർദ്ധിക്കുമ്പോഴാണ് ഇതിനെ സൂപ്പർ എൽനിനോ എന്ന് വിളിക്കുന്നത്. ഒരു ദശകത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഈ പ്രതിഭാസം ആഗോളതലത്തിൽ അന്തരീക്ഷ ചംക്രമണത്തെ അടിപിടി മാറ്റുകയും പ്രവചനാതീതമായ പ്രകൃതിക്ഷോഭങ്ങൾക്ക് വഴിമരുന്നിടുകയും ചെയ്യുന്നു. വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം 2027 വരെ നീണ്ടുനിൽക്കാവുന്ന കടുത്ത പ്രത്യാഘാതങ്ങളാണ് കാത്തിരിക്കുന്നത്. പസഫിക് സമുദ്രത്തിലെ താപനില വർദ്ധിക്കുന്നത് ചുഴലിക്കാറ്റുകളുടെ തീവ്രത കൂട്ടും. ആഗോളതാപനം വർദ്ധിക്കുന്നത് എൽനിനോയുടെ ആഘാതം ഇരട്ടിയാക്കുന്നു. ഓരോ തവണ എൽനിനോ വരുമ്പോഴും അത് മുൻപത്തേക്കാൾ കൂടുതൽ നാശനഷ്ടങ്ങൾ വിതയ്ക്കുന്നു. ഇന്ത്യയിൽ മൺസൂൺ മഴയുടെ പാറ്റേണുകൾ മാറുന്നതും പെട്ടെന്നുള്ള അതിശക്തമായ മഴയും ദീർഘകാലം നീണ്ടുനിൽക്കുന്ന ഉഷ്ണതരംഗങ്ങളും ഇതിന്റെ സൂചനകളാണ്. അണക്കെട്ടുകളിലെ ജലനിരപ്പ് കുറയുന്നതും കാർഷിക ഉൽപാദനം ഇടിയുന്നതും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ തളർത്തും. വടക്കേ ഇന്ത്യയിലെ ഗോതമ്പ് കൃഷിയെ സഹായിക്കുന്ന വെസ്റ്റേൺ ഡിസ്റ്റർബൻസുകളെ പോലും ഈ മാറ്റങ്ങൾ സ്വാധീനിച്ചേക്കാം. ചുരുക്കത്തിൽ 2026 വരാനിരിക്കുന്ന സൂപ്പർ എൽനിനോ കേവലം ഒരു കാലാവസ്ഥാ വാർത്തയല്ല, മറിച്ച് കൃഷി, ആരോഗ്യം, സമ്പദ് വ്യവസ്ഥ എന്നിവയെ ഒന്നടങ്കം ബാധിക്കുന്ന ഒരു ആഗോള പ്രതിസന്ധിയാണ്. മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പുകളും ജലസംരക്ഷണ നടപടികളും മാത്രമേ ഇതിന്റെ ആഘാതം കുറയ്ക്കാൻ സഹായിക്കൂ. ഇന്ത്യയെ കൂടാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും സൂപ്പർ എൽനിനോയുടെ ആഘാതം പ്രതിഫലിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.